എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതേ ഒരു വലിയ സന്തോഷം പറയാനല്ലേ കണ്ണന് തിരിച്ച് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. വിഷുവിൻ്റെ തലേ ദിവസം നൈറ്റിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കണ്ണൻ ഉറങ്ങിയെന്ന് തോന്നുന്നു. കണ്ണൻ ഉറങ്ങിയാ? കണ്ണൻ്റെ പുറകിലാരായിരിക്കണേ? കണ്ണൻ്റെ പുറകിലാരാ? കണ്ണൻ്റെ പുറകിലാരാ? പുറകിലിരിക്കുന്ന ആളും കണ്ണനുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടെന്നുള്ളത് ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ തെളിയിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് വിഷുവാണ്. എല്ലാവർക്കും കണ്ണൻകുട്ടിയുടെയും ഫാമിലിയുടെയും വക വിഷു ദിനാശംസകൾ. ഒന്ന് പറഞ്ഞേ അണ്ണാ, ഹാപ്പി വിഷു എന്നൊന്ന് പറഞ്ഞേ. ഹാപ്പി വിഷു എന്നൊന്ന് പറഞ്ഞു ചിരിച്ച് കാണിച്ചു കൊടുക്ക്. കുറേ നാളായില്ലേ എല്ലാവരും കണ്ണൻ്റെ ചിരി കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. ചിരിച്ച് കാണിച്ചു കൊടുത്തേ. അവരോടും ചിരിക്കണ്ട, കണ്ണന് ഇഷ്ടമുള്ള ഒരാളോട് ചിരിച്ചേ. ഇഷ്ടമുള്ള ഒരാളോടും ചിരിച്ചേ. ചിരിച്ചേ. അവരോടും ചിരിക്കണ്ട. അവരോട് ചിരിക്കണ്ട. അവരോട് ചിരിക്കണ്ട. ആരാ ഇഷ്ടമുള്ള ഒരാൾ? ഇവിടെ ഇഷ്ടമുള്ള ഒരാളുണ്ട് കണ്ണന്. അതാരാ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരോടെ ഞങ്ങൾ ചിരിക്കുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. എന്നെ മാത്രമല്ല, ഒരുപാട് പേരെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥനയായിട്ട് നിൽക്കുന്നൊരു കാര്യമായിരുന്നു കണ്ണൻകുട്ടിയുടെ മാല തിരിച്ച് കിട്ടണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയാണ് ഞാൻ ആ ഒരു വിവരം അറിയുന്നത്. ഞങ്ങൾ അമ്പലത്തിൽ നിൽക്കുമായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നതും ഏകദേശം പ്രതിനെ കൺഫേം ആയിട്ടുണ്ടെന്നൊക്കെ എന്നെ അറിയിക്കുന്നതും. അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പോയി ആളെ കണ്ടു. എനിക്ക് അവർ ആരാ എന്താണെന്നൊന്നും പബ്ലിക്കിനോട് വന്ന് പറയണ്ടെന്നാണ് എൻ്റെ ഒരു തീരുമാനം. സത്യം പറഞ്ഞാൽ എനിക്ക് അരച്ച് കലക്കി കുടിക്കാനുള്ളൊരു ദേഷ്യം അവരുടെ അടുത്തുണ്ടായിരുന്നു. നമ്മളുടെ ഇതുപോലത്തെ ഉള്ളൊരവസ്ഥയിൽ നമ്മളോട് ഇങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്തതിന് ഭയങ്കര ദേഷ്യം എനിക്ക് അവരുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അവരോടുള്ള ദേഷ്യമൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം അവർ ശരിക്കും പ്ലാൻ ചെയ്തൊക്കെ തന്നെയാണ് സംഭവം ചെയ്തിട്ടുള്ളത്. അല്ലാന്നൊക്കെ പല ന്യായീകരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർ പ്ലാൻ ചെയ്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് അവരുടെ ഫാമിലി കണ്ടപ്പോഴേ, അമ്മയാണെങ്കിലും കണ്ണൻ്റെ സെയിം പ്രായമുള്ള, മെയ്യിലേക്ക് 12 വയസ്സാവുമെന്നാണ് പറഞ്ഞത്. കണ്ണൻ്റെ സെയിം പ്രായമുള്ളൊരു മോളുണ്ട്, 12 വയസ്സായത്. ആ മോളെയും അവരുടെ ഹസ്ബൻഡിനെയും ഒക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പം ഞാൻ എത്രയൊക്കെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ദേഷ്യം വന്നാൽ ഞാൻ പലതും പറയും. പക്ഷേ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും വലിയ കടുംപിടുത്തൊന്നും പിടിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല എൻ്റെ. അപ്പോൾ ഞാൻ ആദ്യം ആളെ പിടി കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേണ്ട, നമുക്ക് കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോവാം എന്നാ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ട് അവരുടെ ഒരു അവസ്ഥയൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് കണ്ടറിയട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് അവിടെ ചെന്നപ്പോൾ ആ മോളെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ആ മോളുടെ ഒരു ഭാവി നമ്മളുടെ ഈ ഒരു കേസ് മൂലം ഇല്ലാണ്ടാവണ്ട. ഇങ്ങനെയൊക്കെയുള്ളൊരു പേര്, കള്ളൻ അല്ലെങ്കിൽ കള്ളി എന്നൊക്കെ ഒരു പേര് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തേച്ചാലും മാച്ചാലും പോവാത്തൊരു സംഭവമാണ്. അപ്പോൾ ചെയ്ത ആൾക്ക് പിന്നെ അവരത് ആവും എന്നറിഞ്ഞുകൊണ്ടാണല്ലോ അവരത് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും ബാധിക്കാത്ത, ഇതിലൊന്നും ഒരു ബന്ധമില്ലാത്ത ഈ കുഞ്ഞു മോളെയൊക്കെ നമ്മൾക്ക് ഇതിൻ്റെ ഒരു പേരിൽ നമ്മൾ കാരണം ഒരു വിഷമം എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കേസ് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന് ഏറ്റവും അധികം താങ്ക്സ് പറയാനുള്ളത് നമ്മളുടെ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ അടുത്താണ്. CI സാറ്, കിരൺ സാറ്, അതുപോലെ അവരൊരു ടീമായിട്ടാണ് ഇത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. അജ്മൽ സാറ്, സൂരജ് സാറ്, അങ്ങനെ എനിക്ക് അറിയുന്നവരുടെ പേരാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എനിക്കതിന് എല്ലാവരുടെയും പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ്. ഞാൻ മിക്ക ദിവസങ്ങളിൽ ഇപ്പോൾ ഇലക്ഷൻ്റെ ആ ഒരു ദിവസങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രതിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഇലക്ഷൻ്റെ സമയത്തൊക്കെ എനിക്കറിയാം, അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ആ സമയത്തൊക്കെ വിചാരിച്ചു കേസ് അവർ കാര്യമായിട്ട് അന്വേഷിക്കുന്നില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ കേസ് അന്വേഷിച്ചത് കൊണ്ടും അതിന് പുറകിൽ അവരുടെ ഒരു വലിയൊരു എഫേർട്ട് എടുത്തത് കൊണ്ടും തന്നെയാണ് നമ്മൾക്ക് ഈ പ്രതിനെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒരുപാട് പേരെടുത്ത് താങ്ക്സ് പറയാണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് ഒരുപാട് പേരുണ്ട്. ഞാൻ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ അതൊരു വിഷമാവും. എല്ലാത്തിനും എപ്പോഴും ഒരു നിഴല് പോലെ കൂടെ ഉണ്ടായുള്ളതാണ് നമ്മുടെ കൊല്ലത്തുള്ള ബിനിച്ചേട്ടൻ, അതുപോലെ പഞ്ചാബിലുള്ള ബിനിച്ചേട്ടൻ, കവിത ചേച്ചി, അങ്ങനെ ഒരുപാട് പേര് പ്രാർത്ഥനകളായിട്ട് നിങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു തീരുമാനത്തിനോട് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടതുണ്ടോ, നമ്മളെത്രയധികം വിഷമിപ്പിച്ചൊരു വ്യക്തിയല്ലേ, അപ്പോൾ അവരും കുറച്ച് വിഷമിക്കട്ടെ എന്നൊക്കെ ഞാൻ കരുതി. പക്ഷെ ഇപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തതിനോട് എനിക്ക് ഒട്ടും ഒരു പശ്ചാത്താപം തോന്നുന്നില്ല. എനിക്കിപ്പോഴും ആ അടുത്ത വ്യക്തി നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് തന്നെയാണ് കേട്ടോ അടുത്തുള്ളത്. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ANM സ്റ്റാഫാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇനി അവിടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ അവിടെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇനി അവർക്ക് അവിടെ ജോലി നിലനിന്ന് പോകാനായിട്ട് പറ്റില്ല. വയർക്കാണ് കേട്ടോ ഇരുന്നിട്ട്. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും നോയ്സ് കയറി വരും. അത് കാരണമാണ് കേട്ടോ ഫാൻ ഓഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ജോലി അവിടെ നിന്ന് എന്തായാലും
നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പണിഷ്മെൻറ്റ് വേണമല്ലോ. അപ്പോൾ അതെന്തായാലും അങ്ങനെ പോട്ടെ. പക്ഷേ നമ്മൾ കേസായിട്ട് പോയി കഴിഞ്ഞാൽ റിമാൻഡിൽ പിന്നെ അത് കേസ് കാര്യങ്ങൾ കോടതി അങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോൾ വേറെ എന്ത് പേരാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഒരു പേര് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തേച്ചാലും മാച്ചാലും പോവാത്തൊരു സംഭവമാണ്. അപ്പോൾ അത് നമ്മളൊരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു പുണ്യം കിട്ടുകയാണെങ്കിൽ നമ്മുടെ മോന് കിട്ടട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വീഡിയോയിലൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞു, എനിക്ക് പ്രതിനെ അറിയണ്ട, എനിക്ക് സാധനം കിട്ടിയാൽ മതി. പക്ഷെ പിന്നെയും ദിവസങ്ങൾ കഴിയുന്തോറും നമുക്ക് അവരോടുള്ള ദേഷ്യം കൂടിയാണ് വന്നത്. അവർക്കിത് ഇങ്ങനെയൊക്കെ ആവുന്നതിൽ മുൻപ് തന്നെ എന്നെ അറിയിക്കാനൊക്കെയുള്ള പല മാർഗ്ഗങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവരതൊന്നും ചെയ്തില്ല. അതിന് അവർ ഒരുപാട് ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആ ന്യായീകരണങ്ങൾക്കൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല. നമ്മളുടെ പ്രാർത്ഥന എന്തായാലും ഈശ്വരൻ കേട്ട് നമുക്ക് സാധനം കിട്ടി. പിന്നെ ഇപ്പോൾ അവരെ നമ്മളെ ശിക്ഷിച്ചത് കൊണ്ടോ അവരെ കുറേ ബുദ്ധിമുട്ടിപ്പിച്ചത് കൊണ്ടോ ഒന്നും നമുക്കൊന്നും കിട്ടാനില്ല അല്ലേ. കാര്യം ശരിയാണ്, നമുക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അവരെ വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ഇല്ലാണ്ടാക്കിയത് കൊണ്ട് നമുക്ക് എന്താ കിട്ടാനുള്ളത്? ഒന്നും കിട്ടാനില്ല. നമ്മൾക്ക് ആവശ്യം നമ്മൾ നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു കിട്ടാന്നുള്ളതായിരുന്നു. അതെന്തായാലും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാണ്, തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് നമുക്ക് ഈ ഒരു സംഭവം കണ്ടുപിടിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കേസാക്കി പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പ്രതിനെ വീഡിയോയിൽ കാണിക്കണം എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഇപ്പോൾ ഒരാളെ നമ്മൾ കരിവാരി തേച്ചിട്ട് നമുക്ക് എന്താ കിട്ടാനുള്ളത്? അതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിൽ അതുകൊണ്ട് നമുക്കൊരു ദോഷം വരില്ല. എന്തെങ്കിലും ഈശ്വരൻ്റെ ഭാഗത്തു നിന്നൊരു പുണ്യം കിട്ടുകയാണെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ. ആ പുണ്യം നമ്മുടെ കാണാനിരിക്കട്ടെ. ഇപ്പം എന്തായാലും നാളെ വിഷുവാണ്. വിഷുവിൻ്റെ ഇന്നലെ നൈറ്റിൽ തന്നെ നമ്മൾ കാര്യം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഷു ആയപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത ഈശ്വരൻ തന്നു. അപ്പം എല്ലാവരും പല ആളുകളും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞങ്ങൾക്ക് കണ്ണനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സാക്ഷാൽ ഗുരുവായൂരപ്പനെ കാണുന്ന പോലെയാണെന്നുള്ളത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ പോകുമ്പോഴാണെങ്കിലും നമുക്ക് പല അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടായിട്ടുണ്ട് കണ്ണനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ. നമുക്കതൊക്കെ ഒരു സത്യമായിട്ട് തന്നെ തോന്നുകയാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു 19-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്, ഡേ ആണ്. ഞാൻ ആദ്യം വിചാരിച്ച ഒരു ദിവസം അമ്പലത്തിൽ പോകും, നമ്മൾ എല്ലാ പ്രാവശ്യം അങ്ങനെ ചെയ്യാറുള്ളത്. ഒരു ദിവസം ഗുരുവായൂർ പോവും, ഒരു ദിവസം നമ്മൾ ആഘോഷിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും 19-ാം തീയതി ഗുരുവായൂർ പോവാം, 5-ാം തീയതി മെയ് 5-നാണ് നാളെ വരുന്നത്. അപ്പം അന്ന് നമുക്ക് ആഘോഷങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം, അങ്ങനെ വിചാരിച്ചേ. പക്ഷേ ഈ മാല പോയപ്പോൾ ഞാൻ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, കണ്ണാൻ നമ്മൾ ഇപ്രാവശ്യം ഗുരുവായൂർ പോകുന്നില്ല, നമുക്ക് ആദ്യം മാല തിരിച്ച് കിട്ടട്ടെ. നമ്മളിതുപോലെ ഗുരുവായൂരപ്പനെ വിളിച്ച് ആ ഗുരുവായൂരപ്പനെ കഴുത്തിലിട്ടിട്ട് നടക്കുന്ന കണ്ണൻ. അപ്പോൾ അങ്ങനെ നമുക്കൊരു വിഷമം തരാണെങ്കിൽ നമുക്കിനി ഇപ്രാവശ്യം നമുക്ക് ഗുരുവായൂർ പോകണ്ട എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഗുരുവായൂരപ്പന് കണ്ണനെ കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് വിഷുവിന് മുൻപ് തന്നെ 2 ദിവസം മുന്നേ തന്നെ നമുക്ക് ഈ ഒരു സന്തോഷ വാർത്ത കിട്ടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വളരെ അന്ധവിശ്വാസിയൊന്നും അല്ല കേട്ടോ, പക്ഷെ ചെറിയ വിശ്വാസങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഉൾപ്പെട്ടതാണ് ഈ ഗുരുവായൂരപ്പനും കണ്ണനും തമ്മിലുള്ള ഒരു കണക്ഷൻ. പല അനുഭവങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഗുരുവായൂർ ചെല്ലുമ്പോൾ നമുക്ക് ഈശ്വരന്മാരുടെ ഒരു കടാക്ഷം മാത്രം പോരാ, മനുഷ്യന്മാരുടെ ഒരു ഇടപെടലും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ വക കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വേണ്ടി അത്രയും എഫേർട്ട് എടുത്തവരാണ് നമ്മളുടെ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ, പ്രത്യേകിച്ച് CI കിരൺ സാറ്. പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നത് അജ്മൽ സാറിനെയാണ്, പിന്നെ സൂരജ് സാറ്. അങ്ങനെ ഒരു ടീമായിട്ടാണ് അവർ ഈ കാര്യം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരോടാണ് എനിക്ക് വീണ്ടും നന്ദി പറയാനുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആ കുഞ്ഞിനെ മാത്രമാണ് കേട്ടോ ആലോചിച്ചത്, ആ മോളെ മാത്രം ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേസ് വേണ്ടാന്ന് വെച്ചത്. ചിലരൊക്കെ ഇപ്പോൾ പറയാം, എന്തുകൊണ്ട് നിങ്ങൾ ഇതിന് കേസിന് പോയില്ല, കേസ് കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ അവർ ഇനിയും അത് ആവർത്തിക്കും എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ മനുഷ്യത്വം എന്നുള്ളൊരു സാധനമില്ലേ, പോരാത്തതിന് ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ അമ്മയെ ഞാനൊക്കെ മനുഷ്യത്വം കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരത് കാണിക്കുക? നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാളുകളാണ്. നമ്മളൊക്കെ മനസാക്ഷി കാണിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെ ആർക്കും അത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മയൊക്കെ നമ്മുടെ കാലിൽ വീഴാനാണ് പോകുന്നത്. കാരണം അവരുടെ മോൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി, തിരുത്താൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടായിരുന്നു, തിരുത്തിയില്ല. പെട്ടപ്പോൾ മാത്രമാണ് അവരതിനെപ്പറ്റി പശ്ചാത്തപിച്ചിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നമ്മളെ സാധനം കിട്ടി, വളരെ സന്തോഷമുണ്ട് അല്ലേ കണ്ണ ഹാപ്പി അല്ലേ? പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയില്ല കേട്ടോ മാല, കയ്യിൽ കിട്ടിയില്ല. 2 ദിവസമൊക്കെ പിടിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കേസൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആ കേസ് അവസാനിക്കുന്നത് വരെയുള്ള സമയമൊക്കെ പിടിക്കുമായിരുന്നു. പക്ഷെ എന്തായാലും കണ്ണൻകുട്ടിയുടെ മാല കിട്ടി. ആരെ മാല കൊണ്ട് തന്നെ? അമ്മയുടെ പൊന്നിന് ആരെ മാല കൊണ്ട് തന്നെ? ആരെ തരാമെന്ന് പറഞ്ഞേ മാല? ആരെ പൊന്നിനോട് മാലയൊക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞത് ആരാ? ആരാണ്? ആരെ പറഞ്ഞത് പൊന്നിനോട് മാല റെഡിയാക്കി തരാമെന്ന്? ആരെ ശരിയാക്കി തന്നേ മാല? ആരെ കണ്ടുപിടിച്ച് തന്നേ? ഇവിടെ ഇരിക്കുകയാണ് കള്ളൻ, മാലയൊക്കെ കണ്ടുപിടിച്ച് തന്നിട്ട് അല്ലേ? അവർക്ക് കാണിച്ചു കൊടുത്തേ, പൊന്നിനാരെ മാല കണ്ടുപിടിച്ച് തന്നേ?
ആരെ പൊന്നിന് മാല കണ്ടുപിടിച്ച് എന്നെ അമ്മച്ച് കാണിച്ചെന്ന്. ആ കിച്ചണിനാണാ അപ്പം നമുക്ക് കിടന്ന് ഉറങ്ങാൻ പോയി കിടന്ന് ഉറങ്ങാം. ഈ മുണ്ട് ഷർട്ടൊക്കെ ഒന്ന് ഊരിയിടോ? നീ ഇതിട്ട് കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിക്കോ? ഇതിട്ട് കിടന്ന് ഉറങ്ങണാ? അപ്പോൾ പുതയ്ക്കണ്ട, മുണ്ടൊക്കെ ഉണ്ട്, പുതയ്ക്കണ്ട അല്ലേ? അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. നമുക്ക് വേണ്ടി ഒരുപാട് പേര്, ഒരു പരിചയവും ഇല്ലാത്ത, എനിക്ക് മെസ്സഞ്ചർ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, അത്രയധികം മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എഫ് ബിയിലൊക്കെ. അപ്പോൾ അത്രയധികം പേരൊരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയില്ല, എനിക്ക് വാക്കുകൾ സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. ഞാൻ വാക്കുകൾക്ക് വേണ്ടി പരതിയും കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരോടും, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടും വഴിപാടുകൾ നേർന്നവരോടും ഇതിനു വേണ്ടി ഇത്രയും അധികം എഫേർട്ട് എടുത്ത ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോടും എല്ലാവരോടും, പിന്നെ നമ്മളിവിടെ ഞാൻ ബിന്ദു ടീച്ചറെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ആളുകളെ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഒരിടപെടൽ മൂലമൊക്കെ തന്നെയാണ് നമുക്കിത് വേഗം കണ്ടുപിടിക്കാനൊക്കെ പറ്റിയിട്ടുള്ളത്. അപ്പം എല്ലാവരോടും വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. കണ്ണൻകുട്ടി ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ നൈറ്റിലായത് കാരണമാണ് ആളിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ പരുതിയും കൊണ്ടിരിക്കണേ. പിന്നെ ആൾക്ക് കുറച്ച് നേരം ആൾക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഒരു ഗമയിലേക്കാണ് ആളിരിക്കുന്നത്. ഷർട്ടൊക്കെ ഊരിയെടുക്കാൻ പോവാൻ ഞാനിടാൻ പോവാ. എന്നിട്ട് ഷർട്ടൊക്കെ ഞാൻ ഊരിയെടുക്കാൻ പോവാ. തരുമോ? എന്നെ നോക്കി ഊരിയെടുക്കാൻ പോവാന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.